സ്കൂളിൽ ഡിക്റ്റേഷൻ ഇട്ടതിന് ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഒരാൾക്ക് ഉഴുന്നുവട വേണമെന്ന് പറഞ്ഞു. വരുന്ന വഴി 2 ഉഴുന്നുവട വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവനത് പോരാ, ഞാൻ ഉണ്ടാക്കിയത് തന്നെ വേണമെന്ന്. എനിക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയത്തില്ലടാന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല, അമ്മ പഠിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു. എന്തായാലും ഇന്നുണ്ടാക്കാൻ പറ്റത്തില്ല, നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 പിടി വാരിയിട്ടിട്ട് ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ച്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്കൊന്ന് അരച്ചെടുക്കണം. സക്സസ് ആയാൽ മാത്രം വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തത്. പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് വന്നു. ഉഴുന്ന് വെള്ളം കുറച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവ, ആവശ്യത്തിന് ഉപ്പ്, ചതച്ച കുരുമുളകും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സവാളയുടെ പകുതി, ഒരു വലിയ സവാളയുടെ പകുതിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തു. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലോണം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. ഉഴുന്നോടെ ആവശ്യപ്പെട്ട ആളെ സ്കൂളിൽ നിന്ന് ഇനി വിളിച്ചിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 10 മിനിറ്റ് അടച്ചു വെച്ചത്. എന്നിട്ട് വന്ന ഉടനെ തന്നെ എടുത്ത് ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇതുപോലെ മാവ് കയ്യിലോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കയ്യിൽ തന്നെ വെച്ചിട്ട് തമ്പ് കൊണ്ട് നടുവശത്ത് ഒരു ഹോൾട്ട് കൊടുത്ത് എണ്ണയിലോട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലോട്ട് വെച്ചിട്ട് വിരൽ വെച്ചിട്ടൊരു തുള ഇട്ടിട്ടാണ് എണ്ണയിലോട്ട് ഇടുന്നത്. നമുക്കിത് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ. ഞാനെന്തായാലും പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ലതായിട്ട് തന്നെ മാവ് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പോൾ അത് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലല്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഉള്ളുവശം വേഗത്തതുമില്ല, ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഉഴുന്നുവട നല്ല മുരുമരാന്നിരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും ഉഴുന്നുവട ചോദിച്ചാൾക്ക് അന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഉഴുന്നുവട റെഡി. കണ്ടോ, ഉള്ളുവശമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.